ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ഗംഭീര മുഖമുള്ള നമ്മളുടെ ഗാംഭീര്യമായിട്ട് നിൽക്കുന്ന നമ്മുടെ ലയണിനെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ ജംഗിൾ കേക്കിൻ്റെ ആ ഒരു തീമിൽ വരുന്ന ലാസ്റ്റത്തെ ഒരു വർക്കാണിത് ലയണിൻ്റെ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ ലയണിൻ്റെയും കൂടി നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ കളറ് നമ്മൾ നേരത്തെ മങ്കിക്കും വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മങ്കിയും ഈ ഒരു ലയണും ഒരു കളർ തീമിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് തന്നെ കളറ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ലയണിൻ്റെ ഫസ്റ്റ് ആ ഒരു തലയിൽ വരുന്ന ആ ഒരു ഗാംഭീര്യമുള്ള ആ ഒരു രോമങ്ങൾ, അതാണ് നമ്മൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് ഒരു ലീഫിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കുറച്ചെടുത്തിട്ട് ആ സൈഡിൽ ഭംഗിയായിട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് സൈഡിൽ വെച്ച് കൊടുക്കുന്നു. പിന്നെ അതിനകത്ത് ആ തലയുടെ ഭാഗത്ത് തന്നെ വേണ്ട ആ ഒരു റൗണ്ട്, അതായത് ഈ ഒരു കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലീഫിൻ്റെ പോലെയുള്ള ഭാഗങ്ങൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബേസ് നമ്മളതിനകത്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ നടുക്ക് എന്നിട്ട് കുറച്ച് കട്ടിയിൽ ആ കണ്ണും മൂക്കും ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് കട്ടിയായിട്ട് വീണ്ടും വെച്ചു കണ്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിതുപോലെ തന്നെ ആ ഒരു ലയണിൻ്റെ ആ ഒരു ഗാംഭീര്യമുള്ള ആ ഒരു തല, അതാണ് ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലീഫിൻ്റെ രീതിയിലാണ് നമ്മൾ, ചെറിയ ലീഫ് കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അതേപോലെ സെറ്റ് ചെയ്തതും അങ്ങനെ തന്നെ ലൈനിൻ്റെ. എന്നിട്ട് നമ്മളിതേപോലെ ലൈൻസൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഒരു ആൽമണ്ടിൻ്റെ ലുക്കാണ് അത് കാണാനായിട്ട്. ആ കളറും ആ ഒരു ലൈൻസും ഷേപ്പും ഒക്കെ വരുമ്പോൾ മൊത്തത്തിലത് പിടിപ്പിച്ച് വരുമ്പോഴേക്കും ആ ഒരു ഗാംഭീര്യം അടിപൊളിയായിട്ട് അത് തന്നെ ലയണിൻ്റെ ആ ലുക്കിലും കണ്ണിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു, തലയെടുപ്പും ഒക്കെ. കസ്റ്റമർ പറഞ്ഞതിനേലും നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്ന്, ആ ഒരു പിക്കിൽ കാണിച്ചതിനേക്കാൾ നന്നായിട്ട് ചെയ്തു എന്നും പറഞ്ഞ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു അത്. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നടുക്കുള്ളതിനകത്ത് കണ്ണും പിന്നെ ആ മൂക്കും അതൊരു അടിപൊളിയായിട്ടുള്ള മൂക്കാണ് വെച്ചിരിക്കുന്നത്. അതൊരു ഗാംഭീര്യമായിട്ടുള്ള ഒരു മൂക്കും കണ്ണും ഒക്കെയാണ് നമ്മുടെ ലയണിന് വളരെ ഒരു ഗാംഭീര്യം കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മളുടെ ആ ഒരു തലയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കണ്ണ് നമ്മൾ സാധാരണ ചെയ്തതുപോലെ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ കാണിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ ആ ബേസ് വൈറ്റ് കളറിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെറിയ റൗണ്ടിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ചെറിയ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളത്, ചെറിയ കട്ടായിട്ട് റൗണ്ടിൽ, അതും വളരെ തിന്നായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതാണ് കണ്ണ്. പിന്നെ ആ ഒരു ഫേസിൽ വൈറ്റ് കളർ വന്നിരിക്കുന്ന ആ ഒരു ലയണിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്ത് തന്നെ വൈറ്റ് വളരെ തിന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വായിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോഡിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതുപോലെ ബോഡി ചെയ്തെടുക്കുക. കൈയും കാലും അത്യാവശ്യം വണ്ണം ആ ഒരു രീതിയിൽ നമ്മൾ ആ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുത്ത് സെറ്റാക്കുക. വെച്ച് നോക്കിയിട്ട് എല്ലാം പാർട്ടും സെറ്റായതിനു ശേഷമേ നമ്മൾ സ്റ്റിക്ക് ചെയ്യാവൂ. എന്നിട്ട് ഇത് നടുക്കൂടി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് ഒരു വുഡൻ സ്റ്റിക്ക്. അപ്പോഴേക്ക് തലയ്ക്ക് അത്രയും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൂത്ത് പിക്ക്, നല്ല കട്ടിയുള്ള ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ലയണും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ സൂപ്പറല്ലേ കാണാൻ, നല്ല ഗാംഭീര്യമുള്ള ലയണിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.